السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقات UGC നെറ്റ് അൽ അറബിയ. UGC നെറ്റ് അറബിക്കിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂണിറ്റ് 2 അന്നസ്റുൽ അറബി ഹത്തൽ അസ്റുൽ അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി ഗദ്യം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് അൽ ഖുർആനുൽ കരീം വൽ ഹദീസുൻ നബവി വ അഹമ്മിയത്തുഹുമ അൽ അദബിയ. ഖുർആനും ഹദീസും അതിൻ്റെ സാഹിത്യ പ്രാധാന്യവും. ക്ലാസ്സിലേക്ക് പോകാം. അൽ ഖുർആനുൽ കരീം കലാമുല്ലാഹി വ മുഅ്ജിസത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എന്നാൽ അള്ളാഹുവിൻ്റെ കലാമും പ്രവാചകരുടെ മുഅ്ജിസത്തുമാണ്. മൗദൂഅത്തു സുവർ അൽ മക്കിയ, മക്കിയായ സൂറത്തുകളുടെ വിഷയങ്ങൾ അത്തൗഹീദ്, അത്തർഗീബ് ബിൽ ജന്ന വ തഹ്വീലു ശിർക്ക് വ ഇൻദാറുൽ മുശ്രിക്കീൻ ബി അദാബി ജഹന്നം. തൗഹീദും സ്വർഗത്തിൽ ആഗ്രഹം ജനിപ്പിക്കലും ഷിർക്കിനെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകലുമാണ്. മൗദൂഅത്തു സുവർ അൽ മദനിയ, മദനി സൂറത്തുകളുടെ വിഷയങ്ങൾ അത്തശ്രീഅത്തുൽ ഖദാഇയ്യ വസിയാസിയ്യ വൽ ഇജ്തിമാഇയ്യ വൽ അസ്കരിയ്യ, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കൽ തിന്മ കൊണ്ട് നിരോധിക്കൽ, അതുപോലെ സാമൂഹികമായ രാഷ്ട്രീയമായ വിധിവിലക്കുകൾ. ഇതൊക്കെയാണ് മദനിയായ സൂറത്തുകളുടെ വിഷയങ്ങൾ. ലുഗത്തുൽ ഖുർആൻ, ഖുർആൻ്റെ ഭാഷ. നസല ബി ലുഗത്തി ഖുറൈഷ് വഫീഹി ബഅദുൽ ലഹ്ജാത്തിൽ ഖബാഇൽ മിസ്ല മുദർ, യമൻ, ഹിംയർ, കിനാന വഹുദൈൽ. ഖുറൈശികളുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആനിൽ ചില ഗോത്രങ്ങളുടെ ലഹ്ജകളുണ്ട്. മുദർ, യമൻ, ഹിംയർ, കിനാന, ഹുദൈൽ തുടങ്ങിയ ഗോത്രങ്ങളുടെ. ഖസായിസു സുവർ അൽ മക്കിയ, മക്കിയായ സൂറത്തുകളുടെ പ്രത്യേകതകൾ. ആയാത്തുഹ ഖസീറ, ചെറിയ ആയത്തുകളാണ്. ബിലഹ്ജ ഹാറ ഫിഹ തഖ്ഫീഫ് വ തക്റാർ, അതിൽ ആവർത്തനങ്ങളുണ്ടാകും, ലഹ്ജകളുമുണ്ട്. ഖസായിസു സുവർ അൽ മദനിയ, ആയാത്തുഹ ത്വവീല, ദീർഘമായ ആയത്തുകളാണ്. ഹാദിഅത്തുൽ ലഹ്ജ, ലഹ്ജ കുറവാണ്. വ അദ്ബത്തുൽ അൽഫാദ്, വ്യക്തമായ വാക്കുകളാണ്. അൽ ഖസായിസുൽ ആമ്മ, പൊതുവായ പ്രത്യേകതകൾ. അത്തക്രാർ, അൽ ഇൽത്തിഫാത്ത്, അൽ ഈജാസ് വ ദർബുൽ മസൽ, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ചുരുങ്ങിയ വാക്കുകൾ ഉണ്ടാകാറുണ്ട്, ആവർത്തനങ്ങളും ഉണ്ടാകാറുണ്ട്. അത്തക്രാർ ലി തസ്ബീത്തുൽ മഅന ഫിൻ നഫ്സ്, ഖുർആനിൽ ആവർത്തനങ്ങൾ വരുന്നത് അർത്ഥങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാനാണ്. ദർബുൽ മസൽ ലിൽ ഇള വൽ ഇബ്റ, ഖുർആനിൽ ഉദാഹരണങ്ങൾ പറയുന്നത് ഉപദേശങ്ങൾ നൽകാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുമാണ്. അടുത്തത് അൽ ഹദീസു ഷരീഫ്. ഖൗലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഫിഅലുഹു ഔ തഖ്രീറുഹു. ഹദീസ് എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ മൗനാനുവാദമോ ആണ്. സുമ്മിയ ബി ജവാമിഉൽ കലിം ലിഅന്ന അൽഫാദഹുൽ ഖലീല തഹ്തവി അലാ മആനിൻ കസീറ. ജവാമിഉൽ കലിം എന്ന് പറയാൻ കാരണം കുറഞ്ഞ പദങ്ങൾ കൊണ്ട് കൂടുതൽ അർത്ഥങ്ങൾ വരുന്നത് കാരണത്താലാണ്. ഖസായിസ് ഉസ്ലൂബിൽ ഹദീസ്, ഹദീസിൻ്റെ രീതിയുടെ പ്രത്യേകതകൾ. അൽ ഈജാസ്, ഖുലുവുഹു മിന തകല്ലുഫ്, സഹ്ലുൽ ലഫ്ള് വൽ അംസാൽ, ചുരുങ്ങിയ വാക്കുകളാണ്, വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന പദങ്ങളാണ്, ഒരുപാട് ഉദാഹരണങ്ങളും ഉണ്ടാകും. ബലാഗത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബലാഗ. മുഅയ്യദുൻ ബിൽ വഹി, വഹി കൊണ്ട് ശക്തി നൽകപ്പെട്ടയാളാണ് റസൂലുള്ളാഹ്. മൗഹിബത്തുൻ ഫിത്രിയ, തങ്ങൾക്ക് സ്വന്തമായ പ്രകൃതിപരമായ കഴിവുകളുണ്ട്. നഷ്അത്തുഹു ഫി ഖുറൈഷ്, മാത്രമല്ല ഖുറൈശ് ഗോത്രത്തിലാണ് റസൂലുള്ളാഹ് വളർന്നത്. ഇൽമുഹു ബി ലുഗത്തിൽ ഖുർആൻ, ഖുർആൻ്റെ ഭാഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നന്നായി അറിയാം. ശുറൂത്ത് ഖംസ ലി ഖബൂലിൽ ഹദീസ്, ഹദീസ് സ്വീകാര്യമാകാൻ 5 ഷർത്തുകളുണ്ട്. ഇത്തിസാലുസ് സനദ്, സനദ് മുത്തസിലാകണം. അദാലത്തു റുവാത്ത്, റാവിമാർ ആദിലീങ്ങളാവണം. ദബ്തു റുവാത്ത്, നല്ല ബുദ്ധിശക്തിയുള്ളവരാകണം. അദമു ശുദൂദ്, ഷാദ് ഉണ്ടാവാൻ പാടില്ല. അദമുൽ ഇല്ല, മറ്റു കുഴപ്പങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഇൽമു മുസ്തലഹുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ് എന്നാൽ ഇൽമുൻ യുഅറഫു ബിഹി ഹാലുർ റാവി വൽ മർവി മിൻ ഹൈസുൽ ഖബൂൽ വർ റദ്ദ്. ഹദീസ് സ്വീകരിക്കപ്പെടുന്ന വിഷയത്തിലും തള്ളപ്പെടുന്ന വിഷയത്തിലും റാവിയെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിക്കുന്ന ഇൽമാണ് ഇൽമു മുസ്തലഹുൽ ഹദീസ്. അൽ ഹദീസ് അവിൽ ഖബർ, ഹദീസ് അല്ലെങ്കിൽ ഖബർ എന്നാൽ മാ ഉദീഫ ഇല റസൂൽ മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീരിൻ ഔ വസ്ഫ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, വിശേഷണങ്ങൾ ഇവയൊക്കെയാണ് ഹദീസ് എന്ന് പറയുന്നത്. അൽ അസർ മാ ഉളീഫ ഇല സ്വഹാബി അവി താബിഇ, സ്വഹാബിയിലേക്കോ താബിഇയിലേക്കോ ചേർക്കപ്പെടുന്നതാണ് അസർ. അൽ മുതവാത്തിർ മാ റവാഹു ജമാഅത്തുൻ യസ്തഹീലു ഫിൽ ആദത്തി അൻ യതവാതഉ അലൽ കദിബ്. മുതവാത്തിർ എന്നാൽ സാധാരണ നിലക്ക് കളവ് പറയാൻ സാധ്യതയില്ലാത്ത അത്രത്തോളം ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനാണ് മുതവാത്തിർ എന്ന് പറയുന്നത്. അൽ മുതവാത്തിർ ഖിസ്മാൻ, മുതവാത്തിർ രണ്ട് വിധമാണ്. അൽ മുതവാത്തിറു ലഫ്ളൻ വ മഅന വൽ മുതവാത്തിർ മഅനൻ ഫഖത്ത്. അൽ മുതവാത്തിർ ലഫ്ളൻ വ മഅന എന്ന് പറഞ്ഞാൽ മത്തഫഖ ഫീഹി റുവാത്ത് അല ലഫ്ളിഹി വ മഅന, റാവിമാർ ലഫ്ളിലും മഅനയിലും പദങ്ങളിലും അർത്ഥങ്ങളിലും ഏകാഭിപ്രായത്തിലായതിനാണ് മുതവാത്തിർ ലഫ്ളൻ വ മഅന എന്ന് പറയുന്നത്. അൽ മുതവാത്തിർ മഅന മത്തഫഖ ഫീഹി റുവാത്ത് അല മഅനൻ കുല്ലി. മുതവാത്തിർ മഅന എന്ന് പറഞ്ഞാൽ റാവിമാർ അർത്ഥത്തിൽ ഏകാഭിപ്രായത്തിലാണ്. വംഫറദ കുല്ലു ഹദീസ് ബിലഫ്ളിൻ ഖാസ്, എന്നാൽ ഓരോ ഹദീസിനും വ്യത്യസ്ത പദങ്ങളാണുള്ളത്. അൽ ആഹാദ് തൻഖസിമു ബിഇഅ്തിബാരി തുറുഖ് ഇലാ സലാസത്ത് അഖ്സാം. ആഹാദ് എന്നാൽ മുതവാത്തിർ പോലെ ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്യാത്തതാണ്. അത് മൂന്നിനമാണ്: അൽ മഷ്ഹൂർ, അൽ അസീസ്, അൽ ഗരീബ്. അൽ മഷ്ഹൂർ എന്നാൽ മാ റവാഹു സലാസത്തുൻ ഔ അക്സർ വലം യബ്ലു ഹദ്ദ തവാത്തുർ. തവാത്തുറിൻ്റെ എണ്ണം എത്താത്ത മൂന്നോ മൂന്നിലധികമോ ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മഷ്ഹൂർ. അൽ അസീസ് എന്നാൽ മാ റവാഹു ഇസ്നാൻ ഫഖത്ത്, രണ്ടാളുകൾ റിപ്പോർട്ട് ചെയ്തത്. അൽ ഗരീബ് എന്നാൽ മാ റവാഹു വാഹിദ് ഫഖത്ത്, ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്. തൻഖസിമുൽ അഹദ് ബിഇഅ്തിബാരി റുത്ബഹ് ഇലാ ഖംസത്ത് അഖ്സാം. ഹദീസിൻ്റെ സ്ഥാനം പരിഗണിച്ചുകൊണ്ട് ആഹാദായ ഹദീസുകൾ 5 വിധത്തിൽ തരം തിരിക്കാം. സ്വഹീഹുൽ ലിദാത്തി, സ്വഹീഹുൽ ലിഗൈരി, ഹസനുൽ ലിദാത്തി, ഹസനുൽ ലിഗൈരി വ ദഈഫ്. അസ്വഹീഹുൽ ലിദാത്തി എന്നാൽ മാ റവാഹു അദ്ലുൻ താമുൽ ദബ്ത് ബിസനദിൻ മുത്തസിൽ വസലിമ മിന ശുദൂദ് വൽ ഇല്ല. ഇല്ലത്തും ഷാദുകളൊന്നുമില്ലാതെ മുത്തസിലായ സനദ് കൊണ്ട് ബുദ്ധിശക്തിയുള്ള ആദിലായ റാവി റിപ്പോർട്ട് ചെയ്തതാണ് അസ്വഹീഹ് ലിദാത്തി. അസ്വഹീഹ് ലിഗൈരി ഹുവൽ ഹസനു ലിദാത്തി ഇദാ തഅദ്ദദത് തുറുഖുഹു. ഹസനു ലിദാത്തിഹിയായ ഹദീസ് ഒരുപാട് വഴികളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതിനാണ് അസ്വഹീഹ് ലിഗൈരിഹി എന്ന് പറയുന്നത്. ലിഅന്നഹു ലൗ നുദിറ ഇലാ തുറുഖിഹി ബിൻഫിറാദിൻ ലം യബ്ലുഗ് റുത്ബത സിഹ. കാരണം ഈ ഹസനുൽ ലിദാത്തിഹിയായ ഹദീസ് അതിൻ്റെ ഓരോ ത്വരീഖും നോക്കുകയാണെങ്കിൽ അത് സ്വഹീഹിൻ്റെ സ്ഥാനത്തേക്ക് എത്തുകയില്ല. വലൗ നുദിറ ഇലാ മജ്മുഇഹ ബലഗഹ. അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിഹത്തിൻ്റെ പദവിയിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയാകുന്നത് കാരണത്താലാണ് അതിന് അസ്വഹീഹുൽ ഗൈരിഹി എന്ന് പേര് പറയുന്നത്. അടുത്തത് അൽ ഹസനുൽ ലിദാത്തി മാ റവാഹു അദ്ലുൻ ഖഫീഫുൽ ദബ്തി ബിസനദിൻ മുത്തസിൽ വസലിമ മിന ശുദൂദ് വൽ ഇല്ല. ഇല്ലത്തും ഷാദുമൊന്നും ഇല്ലാതെ മുത്തസിലായ സനദോടുകൂടെ ദബ്തിൻ്റെ വിഷയത്തിൽ ചെറിയ കുറവുള്ള ആദിലായ റാവി റിപ്പോർട്ട് ചെയ്തതാണ്. അൽ ഹസനുൽ ഗൈരി ഹുവ ദഈഫ് ഇദാ തഅദ്ദദത് തുറുഖുഹു വലം യകുൻ ഫീഹി കദ്ദാബ് ഔ മുത്തഹം ബിൽ കദിബ്. കളവ് കൊണ്ട് ആരോപണം നടത്തപ്പെട്ടയാൾ ഇല്ലാത്ത ഒരുപാട് വഴിയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദഈഫായ ഹദീസിനാണ് ഹസനുൽ ഗൈരിഹി എന്ന് പറയുന്നത്. അൽ ദഈഫ് മാ ഖല അൻ ശുറൂത്തി സ്വഹീഹ് വൽ ഹസൻ. ദഈഫ് എന്നാൽ ഹസനായ ഹദീസിൻ്റെയോ സ്വഹീഹായ ഹദീസിൻ്റെയോ ഷർത്തുകൾ ഒത്തുവരാത്തതിനാണ് ദഈഫ് എന്ന് പറയുന്നത്. മുൻഖത്തിഉസ് സനദ് ഹുവല്ലദീ ലം യത്തസിൽ സനദുഹു. സനദ് മുത്തസിലാവാത്തതിനാണ് മുൻഖത്തിഉസ് സനദ് എന്ന് പറയുന്നത്. 4 ഇനമാണ്. അൽ മുർസൽ മാ റഫഅഹു ഇല നബി സ്വഹാബിയുൻ ലം യസ്മഅഹു മിൻഹു ഔ താബിഇയുൻ. താബിഇയോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേൾക്കാത്ത സ്വഹാബിയോ നബിയിലേക്ക് ചേർത്തി പറയുന്ന ഹദീസാണ് മുർസൽ. അൽ മുഅല്ലഖ് എന്നാൽ മാ ഹുദിഫ അവ്വൽ ഇസ്നാദി. സനദിൻ്റെ ആദ്യ ഭാഗം കളയപ്പെട്ടതാണ് മുഅല്ലഖ്. അൽ മുഅദൽ മാ ഹുദിഫ മിൻ അസ്നാഇ സനദിഹി റാവിയാനി ഫഅക്സറ അല തവാലി. 2 അതിലധികമോ റാവികൾ തുടർച്ചയായി കളയപ്പെട്ടതാണ് മുഅദൽ. അൽ മുൻഖത്തി' മാ ഹുദിഫ മിൻ അസ്നാഇ സനദിഹി റാവിൻ വാഹിദ് ഔ റാവിയാനി ഫഅക്സർ ലാ അല തവാലി. ഒരു റാവിയോ അല്ലെങ്കിൽ 2 അതിലധികമോ റാവികൾ തുടർച്ചയല്ലാതെയോ കളയപ്പെട്ട ഹദീസാണ്
منقطع. شكرا على الدعم. إلى اللقاء في الحلقة التالية. مع السلامة.